അനിൽജി വന്നത് നന്നായി. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ കിട്ടിയത് നന്നായി. കുറച്ച് കാര്യങ്ങൾ എണ്ണി ചോദിക്കാനുണ്ട്. വലിയ പ്രതീക്ഷയോടെ ഇന്ത്യയിലെ ഹിന്ദു സമൂഹം കണ്ടതാണ് രാമക്ഷേത്രം. രാമക്ഷേത്രം ഇപ്പോൾ ഏറ്റവും വലിയ ആളുകൾക്ക് മറുപടി പറയാനില്ലാത്ത വല്ലാത്ത വിഷമത്തിലേക്ക് മാറ്റുന്നൊരവസ്ഥ. അതിൻ്റെ സാരഥിയായ ചമ്പത് റായ്ജിയെക്കുറിച്ചും ഒരുപാട് വാർത്തകൾ വരുന്നു. അദ്ദേഹം ഈ രാമക്ഷേത്രത്തെ കൊള്ളയടിച്ചു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. എന്താണ് വിശ്വ ഹിന്ദു പരിഷത്തിന് പറയാനുള്ളത്? കൊള്ളയടിച്ചോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇന്നലത്തെ മാതൃഭൂമി പത്രമാണ്. മാതൃഭൂമി പത്രത്തിൽ അവരുടെ ഡൽഹി ലേഖനം എഴുതിയൊരു ആർട്ടിക്കിളുണ്ട് ഈ അയോധ്യയിലെ ഇപ്പോഴത്തെ വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാചകമുണ്ട്, ചമ്പത് റോയ് എന്ന് പറയുന്ന നിസ്വാർത്ഥനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും വീഴ്ചകൾ ഉണ്ടായതുകൊണ്ടാകാം ഇത് സംഭവിച്ചതെന്നുമാണ് വാചകം. മാതൃഭൂമി പോലെയുള്ളൊരു പത്രം അത്രമാത്രം വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാണ്. അതിനെതിരായിട്ട് എഴുതുകയായിരുന്നുവെങ്കിൽ, അദ്ദേഹം നിസ്വാർത്ഥനല്ല സ്വാർത്ഥനാണെന്ന് എഴുതുകയായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് മാതൃഭൂമി എഴുതാതിരുന്നതിൻ്റെ കാരണം? നിസ്വാർത്ഥനായതുകൊണ്ട്. ഒരു നിവൃത്തിയില്ലാതെ എഴുതി പോയത്. അതെ, ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അതിനുശേഷം ഒരു ഉത്തരേന്ത്യൻ മാധ്യമം ഇദ്ദേഹം ഈ വിവാദങ്ങളിലൊക്കെ പെട്ടതിന് ശേഷം നമുക്കറിയാമല്ലോ, ഇവിടുത്തെ ഈ ശബരിമല കൊള്ള കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളൊക്കെ ഈ പത്മകുമാറിൻ്റെയും അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയൊക്കെ വീട് ഷൂട്ട് ചെയ്യാൻ പോയി. എങ്ങനെയുള്ള ഏതവസ്ഥയിലാണ് ആ വീടെന്ന് കാണാൻ വേണ്ടി ആ പോയ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്ത ഒരു 4 മിനിറ്റുള്ള ഒരു വീഡിയോ ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. അദ്ദേഹത്തിൻ്റെ വീട് അത് കാണുമ്പോൾ തന്നെ അറിയാം, വെറും ഒരു കട്ടിൽ, ഒരു കിടക്ക വിരി പോലും ഇല്ലാത്തൊരു കട്ടിൽ. അത്രമാത്രം വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ചമ്പത് റോയ്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രസിഡന്റ് അഡ്വക്കേറ്റ് അലോക് കുമാർ സീനിയർ അഡ്വക്കേറ്റാണ്. ഡൽഹി നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തുടങ്ങിയ പദവികളൊക്കെ വഹിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് പോകും. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അയോധ്യ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏത് സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും, എന്ത് കള്ളം നടന്നിട്ടുണ്ടെങ്കിലും, ഏത് മോഷണം നടന്നിട്ടുണ്ടെങ്കിലും കൃത്യമായ അന്വേഷണം നടത്തി അതിനകത്ത് കൃത്യമായ രീതിയിൽ പ്രതികൾ ആരാണെങ്കിലും എത്ര ഉന്നതനായാണെങ്കിലും ആ ആൾ ശിക്ഷിക്കപ്പെടണമെന്നുള്ള നിലപാടുണ്ട്. ആ നിലപാട് തന്നെയാണ് ഞങ്ങൾക്കും ഈ നാട്ടിലുള്ള ഈ ലോകത്തുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഉള്ളത്. അതിന് വ്യത്യാസമില്ല. പക്ഷേ ചമ്പത് റോയിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം അത്രമാത്രം ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തും ചിലപ്പോൾ എന്തെങ്കിലും നോട്ടക്കുറവ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ സ്വാത്വികനായൊരു മനുഷ്യനാണ്. അദ്ദേഹം ജനിച്ചു വളർന്ന സാഹചര്യം, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇങ്ങനൊന്നും പോകേണ്ട ആളല്ല. ഭൗതിക നേട്ടത്തിനായിരുന്നുവെങ്കിൽ 1946 ഇദ്ദേഹം ഉത്തർപ്രദേശിൽ ജനിച്ചത്. അതിനുശേഷം കുട്ടിക്കാലത്ത് തന്നെ സ്വയം സേവകനായി, പിന്നെ ആ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഇന്ദിരാഗാന്ധിക്കെതിരെ സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ജയിലിൽ പോയി. ആ സമയത്ത് അദ്ദേഹം കോളേജിലെ കെമിസ്ട്രിയുടെ അധ്യാപകനാണ്. നോക്കണം, അക്കാലത്ത് എഡ്യൂക്കേറ്റഡ് ആണ്, കെമിസ്ട്രി അധ്യാപകനായിരുന്നു. അതിനുശേഷം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അദ്ദേഹം പൂർണ്ണമായിട്ടും ഒരു സംഘത്തിൻ്റെ പ്രചാരകനായി മാറി. ഏകദേശം 1980 കാലയളവ് മുതൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സജീവ പ്രവർത്തകൻ, ദേശീയ സെക്രട്ടറി ജനറൽ സെക്രട്ടറി തുടങ്ങിയ പദവികൾ വഹിച്ച് ഇപ്പോൾ അദ്ദേഹം അതിൻ്റെ ഉപാധ്യക്ഷനാണ്. ഇതൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ സവിശേഷത. അദ്ദേഹത്തിൻ്റെ സവിശേഷത അയോധ്യയിൽ ഈ തർക്കസ്ഥലത്ത് ശ്രീരാമൻ്റെ ക്ഷേത്രമാണ് എന്നും ആ ക്ഷേത്രം പുനരെടുക്കണമെന്നും അവിടെ പുതിയൊരു ക്ഷേത്രം ഉയരണമെന്നും ഏറ്റവും കൂടുതൽ ലോകത്തിൽ ആഗ്രഹിച്ച വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നൊരു പേരുണ്ട്, അയോധ്യയുടെ എൻസൈക്ലോപീഡിയ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ഈ അയോധ്യയുമായിട്ട് ബന്ധപ്പെട്ട നിയമപോരാട്ടം സുപ്രീം കോടതിയിൽ നടന്ന് ജയിച്ചതിൻ്റെ കാരണക്കാരിലെ ഏറ്റവും ഒന്നാമത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒന്ന് മാത്രമാണ്, അത് ചമ്പത് റോയിയാണ്. കാരണം റവന്യൂ പരമായിട്ടുള്ള രേഖകൾ, ചരിത്രപരമായ രേഖകൾ എല്ലാം സമാഹരിച്ച്, എന്ന് വെച്ചാൽ പതിറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് വർഷത്തെ ചരിത്ര രേഖകളും റവന്യൂ രേഖകളും ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്തെ രേഖകളും ഒക്കെ തന്നെ കൃത്യമായി സംഘടിപ്പിച്ച് അത് അഡ്വക്കേറ്റ്സിന് കൊടുത്ത് അവരെ കൊണ്ട് ഈ കേസ് നടത്തിച്ച് ഈ കേസ് വിജയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളെന്നല്ല ഒന്നാമത്തെ വ്യക്തിയാണ് ശ്രീ ചമ്പത് റോയ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് ഈ അയോധ്യയുടെ എൻസൈക്ലോപീഡിയ. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഹിന്ദു വിരുദ്ധർ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്യാനുള്ള കാര്യം. ഇദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്ത് ആരൊക്കെയാണ്? സമാജ്വാദി പാർട്ടി, ഈ കോൺഗ്രസ്, പിന്നെ CPM-നെയൊക്കെ വിടാതെ അയോധ്യയായിട്ട് ഇസ്ലാമിസ്റ്റുകൾ, ഇവരൊക്കെ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ അയോധ്യ ക്ഷേത്രം വരണമെന്ന്? അതെ, മുലായം സിംഗ് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഈ വിവാദം ഉണ്ടായപ്പോൾ തന്നെ ഒരൊറ്റ ആൾ പോലും ഒരു പരാതി കൊടുത്തിരുന്നില്ല. ആരാ പരാതി കൊടുത്തത്? അത് ശ്രീരാമ തീർത്ഥക്ഷേത്ര ട്രസ്റ്റാണ് പരാതി ആദ്യമായിട്ട് കൊടുത്തത്, SIT. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി SITയുടെ അന്വേഷണത്തിന് വിട്ടത്. ഈ കേരളത്തിലെ രീതിയിലല്ലല്ലോ അന്വേഷണത്തിന് വിട്ടത്. അതെ, 3 പോലീസ് ഉദ്യോഗസ്ഥരെ അല്ല വിട്ടത്. ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ,
ഒരു ബ്യൂറോക്രാറ്റായ ഉദ്യോഗസ്ഥൻ, ഒരു സാമ്പത്തിക വിദഗ്ധൻ, ഇത്തരത്തിലുള്ള 3 ആൾക്കാരെയാണ് ഇതിൻ്റെ അന്വേഷണത്തിന് വിട്ടത്. എന്തായിരുന്നു പ്രധാനപ്പെട്ട അലിഗേഷൻ? സിന്ധി സമാജം കൊടുത്ത, അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെ കൊടുത്ത വെള്ളി, കിലോ കണക്കിന് 240 കിലോ തൂക്കമുള്ള വെള്ളിക്കട്ടകൾ. നമുക്കറിയാം ഉത്തരേന്ത്യ സ്വർണത്തിനേക്കാൾ പ്രാധാന്യം അവർക്ക് വെള്ളിയിലാണ്. അത് കാണുന്നില്ലെന്നാണ് ആരോപണം വന്നത്. എവിടെ പോയി? പക്ഷേ SITയുടെ കണ്ടെത്തൽ എന്തായിരുന്നു? ആ വെള്ളി കൃത്യമായിട്ടുണ്ട്. ആ വെള്ളിയെ സംബന്ധിച്ച് യാതൊരു അനിശ്ചിതത്വവുമില്ല. ആ വെള്ളി പല രൂപത്തിലും ഭാവത്തിലും മാറി. എന്തൊക്കെയാണ്? സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഈ സെക്യൂരിറ്റി മിന്റ് കമ്പനിയുണ്ട്, ഒരുക്കുന്നു. രണ്ടാമതെന്താണ്? ഈ ശ്രീരാമൻ്റെ ചിത്രമുള്ള ലോക്കറ്റുകൾ അല്ലെ കോയിനുകൾ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു. ബാക്കി ലോക്കറിൽ കൃത്യമായിട്ടുണ്ട്. 1 ഗ്രാം വെള്ളി പോലും പോയിട്ടില്ല. അടുത്ത അലിഗേഷൻ എന്താണ്? ലക്ഷക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടന്നു. ശരിയാണ്, ചിലപ്പോൾ സംഭവിച്ചിരിക്കാം. അവിടുത്തെ വെച്ച് നമ്മുടെ ഇവിടുത്തെ പോലെ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ കുമിഞ്ഞു കൂടുകയാണ് അവിടെ പൈസ. പ്രത്യേകിച്ച് ഈ നമ്മുടെ കുംഭമേളയുടെ സമയത്തൊക്കെ വന്ന പൈസ. ഇത് എണ്ണിത്തീർക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിന് മേൽനോട്ടം വഹിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥരും ഇവരും പോലീസ് സംവിധാനവും ഉൾപ്പെടെ, അല്ലാതെ ഈ ചമ്പത് റോയും അനിൽ മിശ്ര എല്ലാം കൂടെ പോയിരുന്ന നമ്മുടെ നാട്ടിലെ അമ്പലത്തിലെ കാണിക്ക വഞ്ചി 2 രൂപയുടെ കോയിൻ, 5 രൂപയുടെ കോയിൻ ഇങ്ങനെ വകുപ്പത്തന്നെ അടുക്കി വെച്ചൊന്നും അല്ല എണ്ണുന്നത്. അത് കൃത്യമായ രീതിയിൽ എണ്ണുകയാണ്. ആ എണ്ണുമ്പോൾ മനുഷ്യരാണ്, അതിനകത്ത് കള്ളന്മാരും ദുഷ്ടന്മാരും ഒക്കെ ഉണ്ടാകാം. അവരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കപടത നിമിത്തം ഏതെങ്കിലും തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ശിക്ഷിക്കണം. കുറ്റങ്ങൾ അത് ചമ്പത് റോയ് ഓരോ കാണിക്ക വഞ്ചി പൊട്ടിക്കുമ്പോഴും പോയിരുന്ന നാണയം എണ്ണാനും നോട്ടെണ്ണാനും പോയെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. അദ്ദേഹം ഒരിക്കൽ പോലും ഇതിന് കൂട്ടു നിന്നിട്ടില്ല എന്നാണ് എല്ലാവരും വിശ്വസിക്കുക. കാരണം അത്ര സ്വാത്വികനായിട്ടൊരു വ്യക്തിയാണ് അദ്ദേഹം. ഈ അയോധ്യയിലെ രാമക്ഷേത്രം ഉയർന്നതിൻ്റെ 1ാം സ്ഥാനക്കാരൻ അദ്ദേഹമാണ്. അത്രയും ശ്രീരാമഭക്തനായിട്ടുള്ള അദ്ദേഹം ഒരു കാലത്തും അവിടുത്തെ ഒരു നാണയമോ ഒരു ഗ്രാം സ്വർണമോ വെള്ളിയോ പോലും മോഷ്ടിക്കാൻ കൂട്ടുനിൽക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്യത്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഉദ്ധവ് താക്കറെ അല്ലെങ്കിൽ മറ്റേ ആ സിന്ധി സമാജം അല്ലെങ്കിൽ ജുവലേഴ്സ് അസോസിയേഷൻ, ഇവരൊക്കെ രസീത് മേടിച്ചിട്ടുണ്ട്. രസീത് തിരിച്ചു കൊടുത്തതാണ് പറഞ്ഞത്. എന്തിനാ കൊടുക്കുന്നേ? ഇവരുടെ, ഞാൻ ചോദിച്ചോട്ടെ, ഈ ജുവലേഴ്സ് അസോസിയേഷൻകാർക്ക് ഒരു ഓഡിറ്റ് ഉണ്ടാവത്തില്ലേ? ഇതവിടെ ഹാജരാക്കണ്ടായോ ഈ രസീത്? ഇപ്പൊ ഞാൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു സംഘടന അയോധ്യയിലേക്ക് 1 കിലോ സ്വർണം കൊടുത്തു കഴിയുമ്പോൾ ആ രസീത് ഞാൻ കൊണ്ടുവന്ന് എൻ്റെ സംഘടനയിൽ ഏൽപ്പിച്ച് അവിടെ ഓഡിറ്റ് നടക്കേണ്ടതല്ലേ? അപ്രകാരം നടന്നിട്ടില്ലെങ്കിൽ ആരാ ഉത്തരവാദി? ഇതിനകത്ത് എന്തോ ദുരൂഹത. അല്ലെങ്കിൽ ഇത് കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ രേഖ ഹാജരാക്കേണ്ട ബാധ്യത ആ കൊടുത്ത ആൾക്കാണ്. അതിനെപ്പറ്റിയൊക്കെയുള്ള ദുരൂഹതകൾ അന്വേഷിക്കണം. കാരണം ഒരു വിവാദം ഉണ്ടായപ്പോൾ ഞാനും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് മേനി നടിക്കാൻ കൂടുതൽ വഷളാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അതെ, കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നൊരു വിഷയമുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്ത് ഇതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചു. ഞാൻ വെല്ലുവിളിക്കുകയാണ്, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പേരിൽ ഈ കേരളത്തിലെ ഇപ്പോഴും 1000 കൊടുത്തതും 10000 കൊടുത്ത് NSS പോലും പൈസ കൊടുത്തിട്ടുണ്ട്. NSS, നായർ സർവീസ് സൊസൈറ്റി, അവരുടെയൊക്കെ രസീത് കാണുമല്ലോ. കൃത്യമായ സ്ഥാപനമാണ്. ഒരു വ്യക്തി എന്ന രീതിയിൽ എൻ്റെ നിന്ന് കളഞ്ഞു പോയെന്ന് വെക്കും. ഓഡിറ്റ് ചെയ്യുന്ന NSSൽ ഇരിപ്പുണ്ടല്ലോ, രസീതില്ലാതെ കൊടുക്കാനും ഒക്കത്തില്ല. ആ രസീത് നോക്കൂ. അത് ആരുടെ പേരിലുള്ള രസീതാണ്? വിശ്വ ഹിന്ദു പരിഷത്താണോ? വിശ്വ ഹിന്ദു പരിഷത്തും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ചെയ്തൊരു കാര്യം, ഈ രാജ്യത്ത് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായി ഈ ട്രസ്റ്റിനെ സഹായിക്കാൻ അവരച്ചടിച്ച് തന്നിട്ടുള്ള ആ റിസീപ്റ്റ് ബുക്ക് ഉപയോഗിച്ച് പണം പിരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി അവിടെ കൊടുത്തിട്ടുമുണ്ട്. VHP 1 രൂപ പോലും മേടിച്ചിട്ടുള്ളതായിട്ട് ഒരു തെളിവെങ്കിലും കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് മാപ്പ് പറയാം. അതിപ്പോഴും കിടപ്പുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ റെസീറ്റിൻ്റെ മോഡൽ തന്നെ കിടപ്പുണ്ട്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പേരിലാണത്. നമ്മൾ നോക്കണം, ഈ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് 15 അംഗ ട്രസ്റ്റ് രൂപീകരിച്ചത്. രജിസ്റ്റേർഡ് ആയിട്ടൊരു സ്ഥാപനമാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ അന്വേഷണം നടക്കുന്നൊരു സ്ഥാപനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചിട്ടില്ലെന്ന് പറയാൻ ഒക്കുമോ? ഇവരൊക്കെ ചിന്തിക്കുന്ന കേരള ദേവസ്വം ബോർഡ് സാഹചര്യമാണ്. 10-15 വർഷം മുമ്പുള്ള ഓഡിറ്റ് പോലും ഇന്ന് വരെ കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും മലബാർ ദേവസ്വം ബോർഡിൻ്റെയും പൂർത്തിയാക്കിയിട്ടില്ല. അതാണ് ഇവരുടെ മനസ്സിലുള്ളത്. അതൊന്നുമല്ല. പറയുന്ന സമയത്ത് ഏറ്റുമാനൂര് ഭഗവാന്റെ മറ്റ് ആഭരണങ്ങളും സ്വർണ്ണത്തോട്ടി ഇതിനെക്കുറിച്ചൊക്കെ ഹൈക്കോടതിക്ക് സ്വമേധയാ സംശയം ഒരു ഭക്തൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സുവമോട്ടോ എടുത്തിരിക്കുകയാണ്. ആ മാനദണ്ഡത്തിൽ എന്ന് വെച്ചാൽ ഈ 2 കാലിലും മന്തുള്ള വ്യക്തികളാണ് ഈ ഒരു കാലിൽ എന്തെങ്കിലും ചെറിയ പാളിച്ചയുള്ളവരെ വിമർശിക്കുന്നത്. ഒരു കാര്യം വീണ്ടും പറയുകയാണ്, അത് ചമ്പത് റോയി ആയിക്കൊള്ളട്ടെ, ആരാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ വീഴ്ചയോ അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റോ നിമിത്തം
ശ്രീരാമചന്ദ്രദേവൻ്റെ 1 രൂപയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണമെന്ന് അലോക് കുമാർജി പറഞ്ഞത് വളരെ കൃത്യമാണ്. അത് തന്നെ നടക്കണം. ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള പകപോക്കലാണ്. നമ്മളിതിൻ്റെ ഉദാഹരണം നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ അടുത്ത കാലത്ത് ഈ കർണാടകയിൽ ധർമ്മസ്ഥലയിൽ ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു 100 ചില്ലുവാനും പെൺകുട്ടികളുടെ അവരെ ബലാത്സംഗം ചെയ്ത് കൊഴിച്ചു മൂടിയതിൻ്റെ തെളിവുകൾ. ഇവിടുത്തെ കേരളത്തിലെ മാധ്യമക്കാരൊക്കെ അവിടെ തമ്പടിച്ച് കിടക്കുകയല്ലായിരുന്നു. എത്ര മണിക്കൂർ മണിക്കൂറുകൾ ചർച്ച ചെയ്തു. എന്നിട്ട് എന്തായി? അതേ അവസ്ഥ തന്നെയാണ് വരാൻ പോകുന്നത്. കേരളത്തിലെ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആരെയൊക്കെ സുഖിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഞങ്ങൾ ആരെയും ന്യായീകരിക്കുന്നില്ല. തെറ്റ് തന്നെയാണ് ആരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും. പക്ഷേ ചമ്പത് റോയിയുടെ കൂട്ടുള്ള ഒരു വ്യക്തിയെ ഇത്രമാത്രം പീഡിപ്പിക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ ഒക്കുന്ന കാര്യമല്ല. കാരണം അദ്ദേഹം ഒരു നിസ്സംഗനായിട്ടുള്ള വ്യക്തിയാണ്. ഭൗതിക നേട്ടമുണ്ടാക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാമായിരുന്നു. ജോലി കളഞ്ഞിട്ട് അടിയന്തരാവസ്ഥ ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് ഇനി സമ്പാദിച്ചു കൂട്ടിയിട്ട് എന്തെടുക്കാൻ? അദ്ദേഹത്തിൻ്റെ വീട് നോക്കൂ. ഞാൻ താങ്കൾക്ക് ആ വീഡിയോ ഇട്ടുതരാം. ഈ ചർച്ചയുടെ TV അതിൽ കാണിക്കുന്നതോടൊപ്പം അതുകൂടെ കാണിക്കണം. കാരണം ഒരു വളരെ നല്ല പഴയ വീടാണ്, തറവാടായിരിക്കാം, പക്ഷെ അതിൻ്റെ ജീർണാവസ്ഥ കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാർ എല്ലാവരുടെ സ്വഭാവം നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് കണ്ടുപിടിക്കാൻ. അദ്ദേഹത്തിൻ്റെ മുൻ ഡ്രൈവർ 10 ലക്ഷം രൂപ അടിച്ചു. അത് അവർ കുറ്റവാളിയാവട്ടെ. അവിടെ CCTV ക്യാമറ ഇന്നുണ്ടല്ലോ. ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുള്ളൂ. അർജുൻ ദേവ് എന്ന് പറയുന്ന പോലീസ് വയർലെസ് ഓപ്പറേറ്ററെ ഇന്ന് SIT കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്താണ് അയാൾ ചെയ്തത്? അയാൾ ഈ കാണിക്ക എണ്ണുമ്പോൾ മോഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള CCTV നിർത്തി കൊടുക്കുക, അല്ലെങ്കിൽ CCTV മറച്ചു പിടിക്കുക തുടങ്ങിയ കൃത്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും 8 പേരോ ഇനി 16 പേരോ 100 പേരോ ആയാലും അവരെ സംബന്ധിച്ച് ഒരു അറസ്റ്റ് ഉണ്ടാകണം. അവരെ ചോദ്യം ചെയ്യണം. അത് കൃത്യമായിട്ടും പോകുന്നുണ്ട്. UP സർക്കാർ ആർജവമുള്ള സർക്കാരാണല്ലോ. ആരും പീഡിപ്പിക്കാനെന്നല്ല. അദ്ദേഹം ഒരു യോഗിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ചമ്പത് റോയിയുടെ കൂട്ടുള്ള ആൾക്കാരെ ഒരു കുറ്റ ആരോപിതൻ എന്ന രീതിയിൽ പോലും വിമർശിക്കാൻ പാടില്ല. അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ വരട്ടെ. ഏതായാലും നമ്മുടെ ഈ വാർത്ത വന്നതിന് ശേഷം കേരളത്തിലെ ഈ ശ്രീരാമ ഭക്തരായ അല്ലെങ്കിൽ ഹിന്ദു പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരു വലിയ മൗനം വന്നു. തീർച്ചയായിട്ടും എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. കൃത്യമായ ക്ലാരിറ്റിയുടെ കാര്യങ്ങൾ വരുന്നില്ല. ഏതായാലും അനിൽജി വന്നിട്ട് ഇത് വിശദീകരിച്ചത്, പ്രത്യേകിച്ച് ഒരു സംഘടനയുടെ ഔദ്യോഗിക ഭാരവാഹി സ്ഥാനത്തിരിക്കുന്ന ആൾ പറയുമ്പോൾ അതിന് ക്ലാരിറ്റി വരുന്നു. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപാട് പേര് എനിക്കും മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തു. നിങ്ങൾ എന്തുകൊണ്ടാണ് അയോധ്യയെക്കുറിച്ചൊന്നും പറയാത്തത്? നമ്മളൊരു ആദ്യം ഒരു വീഡിയോ ചെയ്തു. അവിടെ എങ്ങനെയാണ് ഈ പണം എണ്ണുന്നത് ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ മിൻറ്റ് കോർപ്പറേഷനാണ് ഈ വെള്ളി ഉരുക്കുന്നത് ഉൾപ്പെടെ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് ചെയ്തിരുന്നു. ഇന്നലെ SJR കുമാർജിയുടെ ഒരു വീഡിയോ, ശബരിമല കർമ്മസമിതിയുടെ ജനറൽ കൺവീനർ. ഇന്നിപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അനിൽജിയാണ് ഔദ്യോഗികമായി ഒരു വെർഷൻ പറഞ്ഞിരിക്കുന്നത്. ഇത് കൃത്യമായ ഒരു മറുപടിയാണ്. കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് പ്രേക്ഷകരിലേക്ക് എത്തുകയും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.